UK റോഡുകൾ എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്. UK അങ്ങേറ്റവും ഇങ്ങേറ്റവും കാണാൻ പറ്റും. അങ്ങേറ്റവും ഇങ്ങേറ്റവും ഇൻ ദ സെൻസ് അങ്ങേറ്റത്തെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റോഡുകളും തീവ്രമായ കുഗ്രാമങ്ങളും കാണാൻ പറ്റും. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശത്തെ റോഡുകൾ സിംഗിൾ കാരേജ് വേ ആണ്. കാരണം അവിടെ പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്ക് മുമ്പ് ഒക്കെ പണിതെടുത്ത റോഡുകളാണ്. അതിൻ്റേതായ രീതികളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു നല്ല രസകരമായൊരു മല പ്രദേശമാണ്. ശരിക്കും പറഞ്ഞാൽ മലയൊക്കെ ഉള്ള പ്രദേശമാണ്. ചെറിയ മാനും മുയലും ഒക്കെ കുറുക്കനുമൊക്കെ സ്വൈര്യവിഹാരം നടത്തുന്ന കാടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില ഇടങ്ങളിൽ ക്യാമറയൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കും. അതുകൊണ്ട് സ്പീഡ് കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം. പിന്നെ നമ്മളിപ്പോൾ എത്ര ഒരു കുഗ്രാമത്തിൽ പോയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനോട് പാരലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹൈവേ ഉണ്ടായിരിക്കും, ഒരു മോട്ടോർ വേ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു വിദൂര യാത്രകളൊക്കെ നടത്തുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഗ്രാമത്തിലൂടെയൊക്കെ പോയി പെട്ടെന്നൊരു ലോങ് ട്രിപ്പ് അവിടെ നിന്ന് ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ക്യാമറയുണ്ട്, സൂക്ഷിക്കുക. പോകണമെന്നുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് പെട്ടെന്ന് പോകാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡയറക്റ്റ് ഹൈവേയിലോട്ട് കയറും. ഇതിപ്പോൾ ഈ ഉള്ളേരിയൊക്കെയാണ് എങ്കിൽ പോലും 40 കിലോമീറ്റർ സ്പീഡിൽ, കിലോമീറ്ററിൽ ഇവിടെ മൈൽ വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. 40 മൈൽ പെർ അവർ സ്പീഡിലാണ് ഈ റോഡിലെ യാത്ര ചെയ്യേണ്ടത്. 40 മൈൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പീഡ് ഓരോ സ്പീഡുകൾ ഇപ്പം 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്, 70 ഉണ്ട്. ഇതാണ് 70 ഇവിടുത്തെ നാഷണൽ സ്പീഡ് ലിമിറ്റ്. അത് വലിയ റോഡുകളിൽ ഡുവൽ കാരേജ് വേ ആണെങ്കിൽ 70 നാഷണൽ സ്പീഡ് 70. സിംഗിൾ കാരേജ് വേ ആണെങ്കിൽ ഇപ്പം 70 എന്നുള്ള സ്ഥിതിക്ക് അവരൊരിക്കലും 70 എഴുതി കാണിക്കില്ല. മറിച്ച് നമ്മുടെ പാരാസിറ്റമോൾ പോലുള്ള ഒരു ചിഹ്നം മാത്രമേ കാണിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം ഇതാണ്, നാഷണൽ സ്പീഡ് ലിമിറ്റുള്ള സ്ഥലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡുവൽ കാരേജ് വേയിൽ 70, സിംഗിൾ കാരേജ് വേയിൽ 60 അപ്പോൾ ആ ധാരണ ഇല്ലാതെ ഒരേപോലെ 70 പോകാൻ പാടില്ല. അപ്പോൾ ഇതൊരു സിംഗിൾ കാരേജ് വേ ആയതുകൊണ്ട് ഇവിടെ 60 അങ്ങനെയാണെങ്കിൽ പാരാസിറ്റമോൾ ചിഹ്നം കാണുവാണെങ്കിൽ 60 മാക്സിമം സ്പീഡ് ലിമിറ്റാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ചിഹ്നങ്ങളുടെ നാടാണ്. സിമ്പിളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ റോഡിന് എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ സിറ്റുവേഷൻ ആണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചിഹ്നങ്ങൾ തരും. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും മൈലിൻ്റെ സ്പീഡ് 40 ഇവിടെ എഴുതി വെക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് 40, 50 ആണെങ്കിൽ വേഗതയിൽ പോകുന്നതായതുകൊണ്ട് തന്നെ ഇതുപോലെ വട്ടത്തിൽ റെഡ് ബോർഡർ കൊടുത്ത് അതിനകത്ത് വൈറ്റിൽ 40 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ റെഡ് വട്ടവും വൈറ്റും കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. യെസ്, നമുക്ക് നോക്കാം ഇവിടെ തിരിഞ്ഞിരിക്കണം. ഇതാണ് ഇവിടുത്തെ കാര്യം. പിന്നെ നമ്മൾ നോക്കാം, ഒരു സേഫ്റ്റിയുള്ള പർപ്പസിൽ നടുക്കത്തെ ഒരു സ്പേസ് അവർ കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് എടുത്തിട്ടേക്കാണ്. പ്രത്യേകിച്ച് ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആൾക്കാർക്ക് പോകേണ്ടി വരും. കണ്ടോ പാരസെറ്റമോൾ നാഷണൽ സ്പീഡിൻ്റെ ചിഹ്നം കണ്ടോ? അതിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇനി ഇവിടെ സഞ്ചരിക്കേണ്ടത് 60 മൈൽ പെർ മൈൽ സ്പീഡിലാണ്. 60 മൈൽ, നോട്ട് മോർ ദാൻ ദാറ്റ്. 60-ൽ കൂടി പോകാൻ പാടില്ല. എവിടെ പോകാം? ക്യാമറ ഒന്നും ഇല്ലെങ്കിൽ ആൾക്കാർ പോകും. എന്നിരുന്നാലും പോലീസിൻ്റെ വായ്പ പെട്ട് കഴിഞ്ഞാൽ പെനാൽറ്റി അടിക്കേണ്ടി വരും. ഓവർ സ്പീഡിന് വലിയ പിഴയാണ്. വലിയ പിഴ എന്ന് പറഞ്ഞാൽ അത് പിഴ മാത്രമല്ല, പോയിൻറ്റും കൂടെ അടിച്ചു തരും ഓവർ സ്പീഡാണെങ്കിൽ. അതൊരു വലിയ മേജർ വയലേഷനാണ്. പെട്ടെന്ന് തന്നെ
60 നിന്ന് അവർ 30 കുറച്ചു. നമുക്ക് എഴുതി കാണിക്കാൻ സാധിക്കും 30 ഒരു എൻട്രൻ കവാടമൊക്കെ വെച്ച് 30 സ്വാഗതം ചെയ്യുന്ന രീതിയിൽ അപ്പുറം ഇപ്പുറം കവാടമൊക്കെ വെച്ചിട്ടാണ് 30 നാരോ ഡൗൺ ചെയ്തത്. കാരണം എന്താണ്? കാരണം ഇത്രയേ ഉള്ളൂ, ഇത് വീടുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. നമുക്ക് കാണാൻ സാധിക്കും അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളുണ്ട്. വീടുകൾ തിങ്ങി പാർക്ക് ചെയ്യും, ആൾക്കാർ സ്റ്റോപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാമറയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ 30 കുറയ്ക്കും. വീടുകൾ തിങ്ങി പാർക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു 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 ഇൻറ്റൻസിറ്റി അനുസരിച്ച്, അതിൻ്റെ തീവ്രത അനുസരിച്ച് അത് 20-30 ലഘൂകരിക്കും. ചിലയിടങ്ങളിൽ ഒരു സിറ്റി ആയിരിക്കാം, അതിനകത്തൂടെ ചെറിയ എപ്പോഴും വണ്ടി. ഇവിടെ കണ്ടോ ഒരു മാൻ്റെ ചിഹ്നം കണ്ടോ? ഇവിടെ മാൻ കുറുക് ചാടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ചത്ത് കിടക്കുന്നുണ്ടല്ലോ. യെസ്, മാനൊക്കെ കുറുക്ക് ചാടി ഇടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ പുറകെ വരുന്ന വണ്ടിക്ക് എടുത്തുകൊണ്ട് പോകാമെന്നാണ് കേട്ടിരിക്കുന്നത്. നമ്മുടെ പുറകെ വരുന്ന കേട്ടോ ഒരു മാൻ ഇടിച്ച് കിടക്കുന്നു. ഞാൻ എന്ന് വിചാരിക്കും വല്ല മാനയെ വഴി കണ്ടു കഴിഞ്ഞാൽ പോയി നോക്കണമെന്നൊക്കെ വിചാരിക്കും. ഇതുവരെ നടന്നില്ല. ഇന്ന് ഞാനൊരു മാനെ കണ്ടു. ഇന്ന് ആ മാനെ ഞാൻ പോയി നോക്കുക. അതെപ്പോൾ ഇടികൊണ്ടാണെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് എപ്പോഴാണ് അത് ഇടികൊണ്ടത് എന്നൊന്ന് പോയി ചെക്ക് ചെയ്യാൻ പോകുന്നു. Sorry, I'm just walking there. I see one deer is there. Let me go and look. ഇതാണ് കേട്ടോ മാൻ ചുറ്റി കിടക്കുന്നു. കുറേ നേരമായി ഡെഡായിട്ട്, കുറേ നേരമായി. അല്ലായിരുന്നെങ്കിൽ ഞാൻ പോയതിനെ എടുത്തേനെ. വളരെയേറെ നേരമായി. മേ ബി അതൊരു രാവിലെ ഇടികൊണ്ടായിരിക്കും. ബിക്കോസ് അത് എൻ്റെ ബോഡി സ്റ്റിഫായിട്ടുണ്ട്. സോ അത് സ്റ്റിഫായി കഴിഞ്ഞാൽ നമ്മളത് എടുക്കണ്ട കാര്യം വരാം. സോ എന്തായാലും നമ്മളതൊന്ന് കണ്ടല്ലോ, അടുത്ത് പോയി മാൻ അവിടെ കിടക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ദിസ് വാസ് മൈ ഇൻറ്റൻഷൻ. സോ അങ്ങനെ മാനെ ഒന്ന് കാണാൻ പറ്റില്ല.
ഞാനത് ഇപ്പോൾ ഇടിച്ച് കിടക്കുമായിരുന്നെങ്കിൽ നമുക്ക് പോയി ഇപ്പോൾ ഇടിക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ ബോഡിയിൽ ചൂട് കാണും, ചൂടുണ്ടായിരിക്കും. ഇപ്പം ചൂടില്ല, സ്റ്റിഫായി ബോഡി. സ്റ്റിഫായതുകൊണ്ട് രാവിലെ ആയിരിക്കും കുറേ നേരം അത് വെയിലത്ത് കിടന്നല്ലേ, കുറേ നേരം വെയിലത്ത് കിടന്നു. സോ ഇതാണ് സംഭവം.